അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രാദേശിക തലത്തിലുണ്ടാകുന്ന ജനകീയ ഇടപെടൽ നമുക്ക് ഈ പ്രതിസന്ധിക്കിടയിൽ ഫലപ്രദമായിട്ട് സാധിക്കേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. ദേശീയപാത ഉദ്ഘാടനത്തിൽ നിന്ന് PWD വകുപ്പിനെയും മന്ത്രിയെയും മാറ്റി നിർത്തിയ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന് കേരളം ഒറ്റക്കെട്ടായി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഭൂമി ഏറ്റെടുക്കുന്നതിന് 5580 കോടി രൂപ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും നൽകാതിരുന്നത് കേരളമാണ് നൽകിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആലോചനയും ഉപേക്ഷിക്കപ്പെട്ട നാഷണൽ ഹൈവേ 66 പ്രായോഗികമായ നടപടിയിലേക്കും കാര്യങ്ങൾ നീങ്ങിയത്. കേന്ദ്രമന്ത്രി പോലും ഈ കാര്യം അംഗീകരിച്ചതാണ്. ഉദ്ഘാടനത്തിന്റെ ശിലാഫലകത്തിൽ PWD മന്ത്രിയുടെ പേരുണ്ടായിരുന്നു. രാഷ്ട്രീയമായ നിലപാടിന്റെ അടിസ്ഥാനപ്പെടുത്തി അത് പിന്നീട് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഇത്തരത്തിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവകാശത്തെ പോലും ഇല്ലാതാക്കുന്ന നടപടി അങ്ങേയറ്റം പ്രതിഷേധമർഹിക്കുന്ന ഒന്നാണ്. ഇതിനെതിരായി ശക്തിയായ നിലപാട് കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഇത്തരം നയങ്ങൾക്കെതിരെ പ്രതിഷേധം ഉയരേണ്ടതായിട്ട് ഉണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പൂർത്തിയായി വരികയാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ഉടനെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും. തിരഞ്ഞെടുപ്പിനുള്ള സംഘടനാ തയ്യാറെടുപ്പുകൾ നല്ല രീതിയിൽ താഴെത്തലം വരെ നടന്നു വരികയാണ്. ബൂത്ത് തലം വരെയുള്ള പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ സജീവമായി പ്രവർത്തനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്ക് നല്ല രീതിയിലുള്ള ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം ടേമും അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത്. കോടതിയുടെ കാര്യത്തിൽ ഒരു കാര്യവും കൂടി പറയാം. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഈ DA വിഷയത്തിൽ ജീവനക്കാർക്ക് മെസ്സേജ് അയക്കുന്നു എന്ന കേസ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. അതായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കേസായിട്ട് ഹൈക്കോടതി കൈകാര്യം ചെയ്തത്. സർക്കാർ തന്നെ പറഞ്ഞു, സർക്കാരിൻ്റെ സദ്ഭരണത്തെയും സാമൂഹ്യക്ഷേമ നടപടികളെയും മെസ്സേജ് വഴി മറ്റുള്ളവരെ അറിയിക്കുന്നതിൽ എന്താണ് കുഴപ്പം എന്നാണ് കോടതി ചോദിച്ചത്. DA നൽകുന്നതിന് പ്രചരണം നൽകിയതിനൊപ്പം സർക്കാരിനുള്ള ഹൈക്കോടതിയുടെ അഭിനന്ദനവും പ്രതിപക്ഷം, അതായത് ശക്തിയായ രീതിയിൽ ഇങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് അവർ പോയത്. പക്ഷേ ഹൈക്കോടതി സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത്, നവകേരള സർവേയിൽ എന്താണ് തെറ്റ് എന്ന ചോദ്യം സുപ്രീം കോടതിയാണ് ചോദിച്ചത്. സർവേ റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരായി സുപ്രീം കോടതിയിൽ പോയപ്പോൾ സ്റ്റേ ചെയ്യുകയും ക്ഷേമ പദ്ധതികൾക്കായി 100 കണക്കിന് കോടി രൂപ ചെലവഴിക്കുന്ന സർക്കാർ ആ പദ്ധതികൾ ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ സർവേ നടത്തിയാൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുകയും ചെയ്തു. ഇന്നലെയാണ് LDF UDF സർക്കാരുകളുടെ കാലത്തെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള PRD പരസ്യത്തെ ചോദ്യം ചെയ്ത് കോൺഗ്രസ് ഹൈക്കോടതിയിൽ പോയി കോൺഗ്രസിൻ്റെ ആക്ഷേപം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതല്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. പരസ്യം വിവാദമാക്കി UDFൻ്റെ ഇരുണ്ട കാലത്തെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് തടയാനായിരുന്നു അവരുടെ ശ്രമം. എന്നാൽ കോടതി അത്
അംഗീകരിക്കില്ല എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.